ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണു. അപ്പോ നമുക്ക് ഓണമൊക്കെ ഇവിടെ എത്തിയില്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെയും എന്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം. എല്ലാവരും ഓണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. പുറത്തൊന്നും കൂടുതലായിട്ട് പോവണ്ട. ഇപ്പോഴത്തെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ ഓണം എന്ന് പറയുമ്പോൾ നമ്മള് അതില് ജാതി മതം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അല്ലേ നമുക്ക് ഓണം. അപ്പൊ എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആഘോഷിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മൾ എവിടെയും പോകുന്നില്ലെങ്കിൽ കൂടി പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം ആയി കഴിഞ്ഞാൽ നമുക്ക് പൂക്കള മത്സരങ്ങൾ ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാണ്ടാവും. ഇപ്പൊ അതൊന്നുമില്ല. എന്നാലും ഞാനൊരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെയും എന്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസ് ചെയ്യാണ് നമ്മുടെ മുഖം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഓലയുടെ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖത്തെല്ലായിടത്തും. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. ഞാൻ ഹുദ ബ്യൂട്ടിയുടെ പ്രൈമറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രൈമറാട്ടോ ഇത്. നമ്മൾ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലൂല. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ഒന്ന് മുഖത്ത് നന്നായി പിടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഈർപ്പത്തോടു കൂടെ ചെയ്യരുത്. അപ്പോൾ ലാക്മിയുടെ പിന്നെ ഫൗണ്ടേഷനാണ്. നമുക്കൊരു ഓയിലി മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഓലയുടെ ക്രീം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തനിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടും നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്രീമിൽ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ മുഖത്ത് നമ്മളെല്ലായിടത്തും ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും കേട്ടോ. നമ്മൾ എത്ര തന്നെ എന്ത് കാണിച്ചാലും അവരവർക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ബ്ലാക്ക് കളർ എന്തായാലും ഉണ്ടാവും. നമ്മൾ എന്തായാലും ഈ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 കളറായി നിൽക്കും. ഇനി നമ്മൾ ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നനച്ചിട്ട് ഒന്ന് നന്നായി ഇങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഓയിലി ടച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫൗണ്ടേഷനിൽ കേട്ടോ. നമുക്കൊരു ഓയിലി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് കോമ്പാക്റ്റാണ് കേട്ടോ. കോമ്പാക്റ്റും ഫൗണ്ടേഷനൊക്കെ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത് നിങ്ങൾ ചേരുന്നത് വാങ്ങിക്കണം കേട്ടോ. കളറിനനുസരിച്ചിട്ട്. അല്ലാതെ നമ്മൾ കാണിക്കുന്നതാണ് ചെന്ന് വാങ്ങിക്കരുത്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അത് വേണം വാങ്ങിക്കാൻ കേട്ടോ. അപ്പം ഞാൻ നന്നായി തന്നെ കോമ്പാക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ചില കോമ്പാക്റ്റ് എനിക്ക് ഭയങ്കര റിയാക്ഷനാട്ടോ. ചില കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാം ഡാസിലറിൻ്റെ ഒക്കെ ഇട്ടാൽ എനിക്ക് പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് നെറ്റിയിലൊക്കെ ഇങ്ങനെ കുരു വരും. അപ്പോൾ ഇനി അടുത്തത് ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു റോസ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്കിന്നിൻ്റെ ആ ഒരു ഇതിൽക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇട്ടത് അറിയാനും പാടില്ല. എന്നാൽ നമുക്കൊരു ഇവിടെ ഒരു റോസ് കളർ വേണേനും. ഇനി അടുത്തത് നമുക്ക് ഐ മേക്കപ്പാണ്. ഇനി നമുക്ക് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിതാ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ആക്കണം കേട്ടോ. നമ്മൾ കേൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാവും കേട്ടോ.
അപ്പോൾ ലൈറ്റായിട്ട് അപ്പോൾ നമ്മുടെ മസ്കാര ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കും. ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടിടാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ കളറാണ് ഇട്ടത്. ഇനി ഒരു പിങ്ക് കളറും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ, നല്ല തിക്കിൽ ഡാർക്കിൽ ഇടുന്നില്ല, ഒന്ന് ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കണ്ണ് എഴുതി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഐലൈനറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത്. ആ ഐലൈനർ വെച്ച് എഴുതുമ്പോൾ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ, നമ്മളിപ്പോൾ എത്ര തന്നെ ആരൊക്കെ കാണിച്ചു തന്നാലും മേക്കപ്പ് ഓരോരുത്തരും മുഖത്തിന് ചേരുന്ന ഓരോ മേക്കപ്പുകളുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇനി എന്ത് കാണിച്ചാലും അതേ നമ്മളെ മുഖത്തിന് ചേരൂ. ഞാൻ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യാറില്ല കേട്ടോ. എൻ്റെ മുഖത്തിന് അത് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കിഷ്ടമല്ല. ഇനി നമ്മുടെ ഹൈബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ത്രെഡ് ചെയ്യാറുമില്ല. എൻ്റെ ഹൈബ്രോ കളർ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഹൈബ്രോ എഴുതാറില്ല. അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലിപ്സ്റ്റിക്ക് പോവാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കോമ്പാക്റ്റ് ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ചിറ്റിയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ മഫ്തൊക്കെ ചിറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇടാം. അപ്പോൾ ഇനി കുറച്ച് വള ഇടാം. അപ്പം ഇനി അടുത്തത് കമ്മലിടാം. ഞാനങ്ങനെ തൂങ്ങലുള്ള കമ്മൽ ഉപയോഗിക്കാറില്ല കേട്ടോ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിർത്തിയതാ. എനിക്കിങ്ങനെ സ്റ്റഡേ ഇഷ്ടമുള്ളൂ. അപ്പം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള മേക്കപ്പ് ലുക്ക്. തെർബം കെട്ടുന്ന ആളുകൾക്ക് ഇതാ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.